ഗുഡ് ഈവനിങ്, വെൽക്കം ടു ലേൺ വൈസ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ തേർഡ് സെഷനിലേക്കാണ്. തേർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന സെഷനാണ് ഓറിയന്റേഷന്റെ തേർഡ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ MA ഹിസ്റ്ററിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, സബ്ജക്ട് ബേസ്ഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആപ്ലിക്കേഷനത്തെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കൂടാതെ പ്രോഗ്രാം കംപ്ലീഷൻ, ഈ ഒരു MA ഹിസ്റ്ററി പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ലേൺ വൈസ് നമുക്ക് എക്സ്ട്രാ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നോക്കുന്നത്. അപ്പം സബ്ജക്റ്റിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഹിസ്റ്ററിയിലെ മെന്ററായിട്ടുള്ള നികിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെ നികിത, എന്റെ പേര് വാണി എന്നാണ്, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെന്ററാണ്. ഞങ്ങളുടെ കൂടെ ഈ ഒരു സെഷൻസിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐഷ മാമും ഇന്ന് നമ്മളോട് ചേർന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഐ എം ഇൻവൈറ്റിംഗ് നികിത മാം. നികിത മാം, യെസ്, കേൾക്കാമോ? ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓറിയന്റേഷൻ തേർഡ് സെഷൻ ആണ് ഇത്. നമ്മളുടെ സിലബസ് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. അപ്പൊ നമ്മൾക്ക് നിങ്ങൾ MAക്ക് ജോയിൻ ചെയ്തു, ഇനി നമ്മളുടെ സിലബസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് കാണാം. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ സെഷനിൽ സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇതിലൂടെ ഫോളോ ചെയ്തു പോകുന്നത്, നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ പഠിക്കേണ്ടത് ഏത് ടൈം ടേബിൾ അനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾക്ക് കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് നമ്മൾക്ക് ഫസ്റ്റ് സിലബസിലേക്ക് നോക്കാം. വരും. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 8 പേപ്പേഴ്സ് ആണ് ഉള്ളത്. സോറി, 7 പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് MHI 101 ഏൻഷ്യൻ ആൻഡ് മിഡീവൽ സൊസൈറ്റി, MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചർ in India through the ages, MHI 105 history of Indian economy from earliest time to 1700, MHI 102 modern world, MHI 106 social structure in India through the ages, MHI 107 history of Indian economy 1700 to 2000. ഇതിൽ നിങ്ങൾ ക്രെഡിറ്റ്സ് എന്ന് കണ്ടിട്ടാണ്. ക്രെഡിറ്റ്സ് എന്നുള്ളത് നമ്മൾ ഒരു വിഷയം പഠിക്കാൻ എടുക്കുന്ന അവേഴ്സ് ആണ് കണക്കാക്കുന്നത്. അതായത് നമ്മളുടെ മാർക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വെയിറ്റേജ് കണക്കാക്കുക ഈ ഒരു ക്രെഡിറ്റ്സ് വഴിയാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ആണ്. അപ്പോൾ 6 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അത്ര അവേഴ്സ് അല്ലെങ്കിൽ 180 അവേഴ്സ് നമ്മൾ പഠിക്കാൻ എടുക്കണം ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റെഗുലർ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റെഗുലർ ക്ലാസ് നോക്കുമ്പോഴേക്കും ഇത്ര അവേഴ്സ് ഒരു സബ്ജക്റ്റിന് നമ്മൾക്ക് ആ ഒരു പീരീഡ് ഉണ്ടാകണമെന്നുണ്ട്, ഒരു ഇത്ര അവേഴ്സ് എന്നുള്ളത്. അതുപോലെ ഇഗ്നോ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഒരു വിഷയത്തിന് ഇത്ര സബ്ജക്റ്റ് പഠിക്കാൻ കണക്കാക്കുന്നു. ഇത്ര അവേഴ്സ് നമ്മൾ പഠിക്കാൻ ആ ഒരു വിഷയത്തിന് വേണ്ടി എടുക്കണം എന്നുള്ളതാണ് ആ ക്രെഡിറ്റ്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 103 ഹിസ്റ്ററിയോഗ്രഫി ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, MHI 109 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, MPSC 004 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ, MGP 004 ഗാന്ധിയൻ പൊളിറ്റിക്കൽ തോട്ട്. അപ്പോൾ MPSC 004 MGP 004 ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന കോഴ്സാണ്. ദെൻ MHI 108 environmental histories of the Indian subcontinent, MHI 110 urbanization in India from earliest time to 1300, MHI 111 urbanization India 1300 to 1950. 80 ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. ഇനി നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ സിലബസ് നമ്മൾക്ക് നോക്കാം. MHI 101 ഏൻഷ്യൻ ആൻഡ് മിഡീവൽ സൊസൈറ്റി, യൂണിറ്റ് 1 കവർ ചെയ്യുന്നത് ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് ആണ്. അതായത് മനുഷ്യൻ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് പീരീഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നത്. അതായത് സ്റ്റോൺ ഏജ് കാലഘട്ടമൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 1 വരുന്നത്. ആൻഡ് യൂണിറ്റ് 2 വരുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫസ്റ്റ്, യൂണിറ്റ് 3 വരുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അതായത് നാഗരികത, മനുഷ്യൻ സെറ്റിൽഡ് ആയ കാലഘട്ടമാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ, ഈ 2 ചാപ്റ്റേഴ്സ് പറയുന്നത്. അതായത് ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ സിവിലൈസേഷൻ, ദെൻ മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്, അതായത് വെങ്കല യുഗത്തിൽ. ദെൻ യൂണിറ്റ് 4 വരുന്നത് ദ പേർഷ്യൻ എംപയർ, യൂണിറ്റ് 5 വരുന്നത് ഏൻഷ്യൻ ഗ്രീസ് ആണ്. അപ്പോൾ ഏൻഷ്യൻ ഗ്രീസ് നമുക്കറിയാം, പുരാതന ഗ്രീസിന്റെ ചരിത്രമാണ് ഏൻഷ്യൻ ഗ്രീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. യൂണിറ്റ് 6 വരുന്നത് അതായത് ഗ്രീസിന്റെ ഒരു ആധിപത്യം
പതിയെ കുറഞ്ഞു വരുമ്പോൾ പിന്നീട് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ സാമ്രാജ്യമാണ് റോമൻ എംപയർ. ദെൻ യൂണിറ്റ് 7 വരുന്നത് ലാറ്റിൻ അമേരിക്ക, യൂണിറ്റ് 8 വരുന്നത് ആഫ്രിക്ക, യൂണിറ്റ് 9 വരുന്നത് നൊമാഡിക് എംപയേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. യൂണിറ്റ് 10 വരുന്നത് ദ ലേറ്റ് റോമൻ വേൾഡ്, യൂണിറ്റ് 11 വരുന്നത് ദ അറബ് വേൾഡ്, യൂണിറ്റ് 12 വരുന്നത് ചൈന. അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സ് ഈ ഓരോ യൂണിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളുടെയൊക്കെ ചരിത്രം, അതായത് ഓരോ പീരീഡ് വൈസ് ആണ്. അപ്പോൾ ഈ ഒരു പീരീഡ് വൈസ് ഈ ഓരോ കാലഘട്ടങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചു പോവുകയാണ്. നെക്സ്റ്റ് ദെൻ യൂണിറ്റ് 13 വരുന്നത് ഡിബേറ്റ്സ് ഓൺ ഫ്യൂഡലിസം, യൂണിറ്റ് 14 വരുന്നത് ഫ്യൂഡലിസം ഫോം സ്ട്രക്ചർ ആൻഡ് ഫേസസ്, യൂണിറ്റ് 15 വരുന്നത് ട്രേഡ് ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. അപ്പൊ യൂണിറ്റ് 13 മുതൽ 15 വരുന്നത് ഫ്യൂഡലിസത്തെ കുറിച്ചാണ്, അതായത് ഫ്യൂഡലിസത്തിന് സംബന്ധമായ പല ഡിബേറ്റുകളും കാര്യങ്ങളും. ദെൻ യൂണിറ്റ് 14 വരുന്നത് ഫ്യൂഡലിസം ഫോം സ്ട്രക്ചർ ആൻഡ് ഫേസസ്, പല പല ഘട്ടങ്ങൾ, ഫ്യൂഡലിസത്തിന്റെ പല പല ഘട്ടങ്ങൾ. യൂണിറ്റ് 15 വരുന്നത് ട്രേഡ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, ഫ്യൂഡലിസത്തിന്റെ പതനവും കൂടെയാണ് യൂണിറ്റ് 15 വരുന്നത്. യൂണിറ്റ് 16 വരുന്നത് ഓഷ്യാനിക് ട്രേഡ്, യൂണിറ്റ് 17 വരുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റീസ്, യൂണിറ്റ് 18 വരുന്നത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ്, യൂണിറ്റ് 19 വരുന്നത് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 20 വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് നോളജ്, യൂണിറ്റ് 21 വരുന്നത് റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റ്, യൂണിറ്റ് 22 വരുന്നത് urbanism, യൂണിറ്റ് 23 വരുന്നത് ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, യൂണിറ്റ് 24 വരുന്നത് ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ്. അപ്പൊ യൂണിറ്റ് 16 മുതൽ യൂണിറ്റ് 24 വരെ വരുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ്, ബിസിനസ് കമ്മ്യൂണിറ്റീസ്, ഓഷ്യാനിക് ട്രേഡ്, മാരിടൈം ട്രേഡ്, ഇവയുടെയൊക്കെ ചരിത്രങ്ങളാണ് ഈ യൂണിറ്റ് 16 to 24 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കവർ ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് ആൻഡ് അടുത്ത വിഷയമാണ് MHI 102 മോഡേൺ വേൾഡ്. ഇതിൽ യൂണിറ്റ് 1 വരുന്നത് റിനൈസൻസ് ആൻഡ് ദ ഐഡിയ ഓഫ് ദ ഇൻഡിവിജ്വൽ, യൂണിറ്റ് 2 വരുന്നത് എൻലൈറ്റൻമെന്റ്, യൂണിറ്റ് 3 വരുന്നത് പൊളിറ്റിക്കൽ റെവല്യൂഷൻ ഫ്രാൻസ്. അപ്പൊ യൂണിറ്റ് 1ഉം 2ഉം വരുന്നത് നമ്മൾ നേരെ യൂണിറ്റ് 1ല് MHI 101 നമ്മൾ ഏൻഷ്യൻ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പഠിച്ചു, ഏൻഷ്യൻ ഹിസ്റ്ററി ഒക്കെ. അങ്ങനെ യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ എൻലൈറ്റൻമെന്റ് പീരീഡ് ആണ്. മനുഷ്യൻ ചോദ്യം ചെയ്തു തുടങ്ങിയത്, അതായത് അതിനു മുൻപുള്ള കാലഘട്ടം 2 ഘട്ടം മനുഷ്യരാണുള്ളത്. ഒരാൾ ഭരിക്കാനും മറ്റേയാൾ ഭരിക്കപ്പെടാനും എന്ന ഒരു പാറ്റേൺ ആയിരുന്നു ആ ഒരു ചരിത്ര കാലഘട്ടങ്ങളിൽ ഫോളോ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ ചോദിച്ചു തുടങ്ങി, ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അതായത് ഭൂമി പരന്നതാണെന്ന് ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു, ദെൻ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് എന്നൊക്കെ മനുഷ്യൻ ലോജിക്കൽ തിങ്കിങ് വെച്ച്, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും തിങ്ക് ചെയ്തുകൊണ്ടും തുടങ്ങിയ പീരീഡാണ് റിനൈസൻസ്, എൻലൈറ്റൻമെന്റ് ഒക്കെ. ആൻഡ് യൂണിറ്റ് 3 വരുന്നത് പൊളിറ്റിക്കൽ റെവല്യൂഷൻ ഫ്രാൻസ്. നമുക്കറിയാം വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്രാൻസിലെ പൊളിറ്റിക്കൽ റെവല്യൂഷനെ കുറിച്ചാണ്. യൂണിറ്റ് 4 വരുന്നത് തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്റ്റേറ്റ് ഫോർമേഷനൊക്കെ ഒരുപാട് തിയറീസും കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് 4 പഠിച്ചു വരുന്നത്. യൂണിറ്റ് 5 വരുന്നത് ബ്യൂറോക്രാറ്റൈസേഷൻ, യൂണിറ്റ് 6 വരുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്, യൂണിറ്റ് 7 വരുന്നത് മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ, യൂണിറ്റ് 8 വരുന്നത് നാഷണലിസം. അപ്പോൾ ഓരോരോ കോൺസെപ്റ്റ്സ് ഒക്കെ, തിയറീസും കൺസെപ്റ്റും ഒക്കെ ഓരോ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റലിസവും നാഷണലിസവും അങ്ങനെ സോഷ്യലിസം അങ്ങനെ ഓരോ കോൺസെപ്റ്റ്സും തിയറീസും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 7 മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ, യൂണിറ്റ് 8 വരുന്നത് നാഷണലിസം, യൂണിറ്റ് 9 വരുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, യൂണിറ്റ് 10 വരുന്നത് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, യൂണിറ്റ് 11 വരുന്നത് ഇമ്പീരിയലിസം, യൂണിറ്റ് 12 വരുന്നത് കൊളോണിയലിസം, യൂണിറ്റ് 13 വരുന്നത് ഡീകൊളോണൈസേഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാലഘട്ടം, ദെൻ കൊളോണിയലിസം വരുന്നുണ്ട്, പിന്നെ കൊളോണിയലിസത്തിന്റെ പതനം വരുന്നുണ്ട്. അത്തരം ചരിത്രങ്ങളാണ് നമ്മൾ ഈ ഒരു MHI 102 എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് ദെൻ യൂണിറ്റ് 14 വരുന്നത് മൈഗ്രേഷൻസ് ആൻഡ് സെറ്റിൽമെന്റ്, യൂണിറ്റ് 15 വരുന്നത് നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം, യൂണിറ്റ് 16 വരുന്നത് ഇന്റർനാഷണൽ റിവൈലറീസ് ഓഫ് 20th സെഞ്ചുറി, യൂണിറ്റ് 17 വരുന്നത് പൊളിറ്റിക്കൽ റെവല്യൂഷൻ റഷ്യ, യൂണിറ്റ് 18 വരുന്നത് സയൻസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, യൂണിറ്റ് 19 വരുന്നത് നോളജ് റെവല്യൂഷൻ പ്രിന്റിംഗ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്, യൂണിറ്റ് 20 വരുന്നത് ടെക്നോളജിക്കൽ റെവല്യൂഷൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മെഡിക്കൽ, യൂണിറ്റ് 21 വരുന്നത് മോഡേൺ വാർഫെയർ, യൂണിറ്റ് 22 വരുന്നത് ദ കൊളാപ്സ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, യൂണിറ്റ് 23 വരുന്നത് ഡെമോഗ്രഫി, യൂണിറ്റ് 24 വരുന്നത് എക്കോളജി, യൂണിറ്റ് 25
കൺസ്യൂമറിസം. യൂണിറ്റ് 26 ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത് മോഡേൺ വേൾഡ് ആണ് പഠിക്കുന്നത്, നമ്മൾ ഹിസ്റ്ററി മോഡേൺ വേൾഡ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ റഷ്യൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, സയൻസിന്റെ റൈസ് ഓഫ് സയൻസ് ആൻഡ് നോളജ്, ടെക്നോളജീസിന്റെ ഉയർച്ചയൊക്കെ ടെക്നോളജീസിന്റെ ഒക്കെ കാലഘട്ടം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഒക്കെയാണ് ഈ ഒരു ഫേസിൽ നമ്മൾ പഠിക്കുന്നത്. ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോള മാർക്കറ്റിൽ അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു കാലഘട്ടത്തിൽ ഒരു സോവിയറ്റ് റഷ്യയുടെ പതനവും അല്ലെങ്കിൽ ആദ്യം സോവിയറ്റ് റഷ്യയുടെ ഉയർച്ച, ദെൻ സോവിയറ്റ് റഷ്യയുടെ പതനം ആൻഡ് എന്താ ടെക്നോളജീസിന്റെ എന്താ ഉയർച്ചയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫേസിൽ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ. അതിൽ യൂണിറ്റ് 1 വരുന്നത് പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, യൂണിറ്റ് 2 വരുന്നത് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ടു എംപയർ, യൂണിറ്റ് 3 വരുന്നത് പൊളിറ്റീസ് ഫ്രം 2nd century BCE to 3rd century BCE, ആൻഡ് യൂണിറ്റ് 4 വരുന്നത് നോൺ മൊണാർക്കിയൽ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ, യൂണിറ്റ് 5 വരുന്നത് പൊളിറ്റീസ് ഫ്രം 3rd century to 6th century CE. Then unit 6 വരുന്നത് early medieval politics in North India 7th to 13th century. Unit 7 വരുന്നത് early medieval politics in Peninsula India 6th to 8th century CE. And unit 8 വരുന്നത് early medieval politics in Peninsula India 8th to 13th century CE. Unit 9 വരുന്നത് politics in Himalayan region, Central and Western Himalayas. Then unit 17 വരുന്നത് Maratha administrative structure. Then unit 18 വരുന്നത് 18th century politics 1. Unit 19 വരുന്നത് 18th century politics 2. Unit 20 വരുന്നത് colonial powers, Portuguese, Dutch, French. Then unit 21 വരുന്നത് British colonial state. And unit 22 വരുന്നത് princely states. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ യൂണിറ്റ് 11 to 22 വരുമ്പോഴേക്കും ഡൽഹി സുൽത്താനിൽ ഓരോ കാലഘട്ടമാണ്. രാജ്പുത് കാലഘട്ടം, ദെൻ വിജയനഗര സാമ്രാജ്യം വരുന്നുണ്ട്, മുഗൾ സാമ്രാജ്യം വരുന്നുണ്ട്, ദെൻ മറാഠ സാമ്രാജ്യത്തിന്റെ റൈസ് ഓഫ് മറാഠ സാമ്രാജ്, ദെൻ പ്രത്യേകം എടുത്തു പറയുന്നത് മറാഠ സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻസ്, ആ സ്ട്രക്ചർ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ആ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ദെൻ 18th century വരുന്നുണ്ട്, 18th century പൊളിറ്റിക്സ് 1 ഉം 2 ഉം വരുന്നുണ്ട്. ദെൻ കൊളോണിയൽ പവേഴ്സ്, അതിനുശേഷം എന്താ നമ്മൾക്ക് എന്താ ഫോറിൻ പവേഴ്സ് ഇങ്ങോട്ട് എന്താ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങി. പോർച്ചുഗൽ, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചാണ് നമ്മൾ ഓരോ ചാപ്റ്ററും മേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂണിറ്റ് 22 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വരെ. ദെൻ നെക്സ്റ്റ് Then unit 23 വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഇൻ പെനിൻസുല ഇന്ത്യ. യൂണിറ്റ് 24 വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഇൻ നോർത്ത് ഇന്ത്യ. യൂണിറ്റ് 25 വരുന്നത് ലോ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം. ദെൻ യൂണിറ്റ് 26 വരുന്നത് ഡൽഹീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്, ഡൽഹി സുൽത്താനേറ്റ്. യൂണിറ്റ് 27 വരുന്നത് വിജയനഗര, ബഹാമി ആൻഡ് അതർ കിങ്ഡംസ്. യൂണിറ്റ് 28 വരുന്നത് മുഗൾ എംപയർ. ദെൻ തീം 8 കൊളോണിയലിസം ആൻഡ് എംപയറിൽ വരുന്നത് യൂണിറ്റ് 29 ഐഡിയോളജീസ് ഓഫ് ദ രാജ്. യൂണിറ്റ് 30 വരുന്നത് കൊളോണിയൽ ഗവർണൻസ്. യൂണിറ്റ് 31 വരുന്നത് കൊളോണിയൽ കൺട്രോൾ ഓഫ് റിസോഴ്സസ്. യൂണിറ്റ് 32 വരുന്നത് കൊളോണിയൽ ഇന്റർവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. യൂണിറ്റ് 33 വരുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അണ്ടർ കൊളോണിയൽ റൂൾ. യൂണിറ്റ് 34 വരുന്നത് ഇൻഡിപെൻഡൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൊളോണിയൽസിൽ വന്നതിന് ശേഷം നമ്മൾക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ചരിത്രം, സൊസൈറ്റിക്ക് ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ കൊളോണിയൽ റൂൾ എത്രത്തോളം സ്വാധീനിച്ചു നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളിലും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിലൊക്കെ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ്. Then MHI 105 History of Indian Economy from earliest time to 1700. ഇതിൽ വരുന്നത് ഹിസ്റ്ററിയോഗ്രഫി, ഫസ്റ്റ് വരുന്നത് ഹിസ്റ്ററിയോഗ്രഫി, എൻവയറമെന്റ് ആൻഡ് എക്കോണമി. യൂണിറ്റ് 1 വരുന്നത് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഏർലി ഇന്ത്യ. യൂണിറ്റ് 2 വരുന്നത് ഹിസ്റ്ററിയോഗ്രഫി ഓഫ് ദ മിഡീവൽ എക്കോണമി. യൂണിറ്റ് 3 വരുന്നത് എൻവയറമെന്റൽ സോൺസ് ആൻഡ് ഇന്ത്യൻ എക്കോണമി ഹിസ്റ്ററി. ആൻഡ് യൂണിറ്റ്
4 വരുന്നത് ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ടു അർബനൈസേഷൻ. യൂണിറ്റ് 5 വരുന്നത് ആർക്കിയോളജി ആൻഡ് ജിയോഗ്രഫി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് pastoral communities of the subcontinent to the medieval of the first millennium BCE. And Unit 6 വരുന്നത് comparative structure of economies in some early states, Maurya and Kushana. Unit 7 വരുന്നത് comparative structure of economies in some early states, Shatavahana and Gupta. Unit 8 വരുന്നത് patterns of trade, urbanization and linkages, North India 600 BCE to 300 BCE. Unit 9 വരുന്നത് patterns of trade, urbanization and linkages, Peninsular India 300 BCE to 300 CE. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു, പിന്നെ അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫസ്റ്റ് മില്ലേനിയം BC എങ്ങനെയൊക്കെയായിരുന്നു, അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് അവരുടെ ആർക്കിയോളജിക്കൽ എവിഡൻസസ്, ആർട്ടിഫാക്ട്സ്, ഇതൊക്കെയാണ് യൂണിറ്റ് 5 വരെ നമ്മൾ പഠിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് മൗര്യ കാലഘട്ടത്തെയും കുഷാന കാലഘട്ടത്തെയും ശതവാഹന, ഗുപ്ത, ഈ ഒരു കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ്. നെക്സ്റ്റ് മാം. ദെൻ യൂണിറ്റ് 10 വരുന്നത് ദ ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ്. യൂണിറ്റ് 11 വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ നോർത്ത് ഇന്ത്യ 550 to 1300 CE. യൂണിറ്റ് 12 വരുന്നത് റീജിയണൽ പ്രൊഫൈൽസ് ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് നേച്ചർ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻസ് നോർത്ത് ഇന്ത്യ 550 to 1300 CE. യൂണിറ്റ് 13 വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, റീജിയണൽ പ്രൊഫൈൽസ് ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി, നേച്ചർ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ സൗത്ത് ഇന്ത്യ. യൂണിറ്റ് 14 വരുന്നത് എക്സ്ചേഞ്ച് നെറ്റ്വർക്ക്, ഗിൽഡ്സ്, മർച്ചന്റ് ലീനേജസ്, ഐറ്റംസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ടാക്സ്, അർബനൈസേഷൻ നോർത്ത് ഇന്ത്യ 300 to 1300 CE. യൂണിറ്റ് 15 വരുന്നത് എക്സ്ചേഞ്ച് നെറ്റ്വർക്ക്, ഗിൽഡ്സ് ആൻഡ് മർച്ചന്റ് ലീനേജസ്, ഐറ്റം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ടാക്സ്, അർബനൈസേഷൻ സൗത്ത് ഇന്ത്യ. അപ്പൊ ഈ ഒരു തീം 4 നമ്മൾ പഠിക്കുന്നത് മിഡീവൽ എക്കോണമി എങ്ങനെയായിരുന്നു, അത് നടത്തി പോന്നിരുന്നതൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ മിഡീവൽ എക്കണോമി, ടാക്സ്, അവരുടെ കൊമേഴ്ഷ്യൽ പർപ്പസ്, കൊമേഴ്ഷ്യൽ തിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നതാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് മാം. Then theme 5 വരുന്നത് medieval economy 1300 to 1700. Unit 15 agriculture production. Unit 17 agrarian relations North India. Unit 18 agrarian relations Deccan and South India. Unit 19 North agriculture production and organization of craft production. Unit 20 financial system North. Unit 21 financial system Deccan and South India. And Unit 22 വരുന്നത് ഇൻലൻഡ് ആൻഡ് മാരിടൈം ട്രേഡ്. യൂണിറ്റ് 23 വരുന്നത് ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് മോണിറ്ററി ഹിസ്റ്ററി. യൂണിറ്റ് 24 വരുന്നത് ടെക്നോളജീസ് ആൻഡ് എക്കോണമി. യൂണിറ്റ് 25 വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. യൂണിറ്റ് 26 വരുന്നത് urban centers in medieval India. യൂണിറ്റ് 27 വരുന്നത് വുമൻ ആൻഡ് വർക്ക് അപ് ടു 1300. യൂണിറ്റ് 28 വരുന്നത് വുമൻ ആൻഡ് വർക്ക് അപ് ടു 1300 to 1700. അപ്പൊ ഈ ഒരു ഇത്രയും പോർഷൻസിൽ, അതായത് തീം 5 to തീം 7 അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, പിന്നെ അഗ്രേറിയൻ സൊസൈറ്റീസ് ഏതൊക്കെയായിരുന്നു, ഡെക്കാൻ, സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഇന്ത്യ, പിന്നെ നമ്മളുടെ എക്കോണമി എങ്ങനെയായിരുന്നു, ടെക്നോളജി ആൻഡ് എക്കോണമി. ദെൻ ഈ ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു വിമന്റെ സ്റ്റേറ്റസ് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് മാം. Then MHI 106 evaluation of social structures in India through the ages. Unit 1 വരുന്നത് reconstructing ancient society with special references to sources. Unit 2 വരുന്നത് hunting gathering, early farming society, pastoralism. Then Unit 13 Harappan civilization and other Chakwalthi culture. Then Unit 4 വരുന്നത് societies represented in Vedic literature. Unit 5 വരുന്നത് Iron Age cultures. Unit 6 വരുന്നത് socio-religious ferment in North India, Buddhism and Jainism. Unit 7 വരുന്നത് emergence of Buddhist Central and Peninsular India. Unit 8 വരുന്നത് urban classes, trade and artisans, extension of agriculture settlements. Unit 9 വരുന്നത് Chaityas, Viharas and their interaction with tribal group,
യൂണിറ്റ് 10 വരുന്നത് ഏർലി തമിഴ് സൊസൈറ്റി റീജിയൻ ആൻഡ് ദ കൾച്ചർ ആൻഡ് കൾട്ട് ഓഫ് ഹീറോ വർഷിപ്പ്. യൂണിറ്റ് 11 വരുന്നത് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, നോഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി, ചേഞ്ചിങ് പാറ്റേൺസ് ഇൻ വർണ്ണ ആൻഡ് ജാതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോകുന്നത് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു ഓരോ കാലഘട്ടത്തിൽ, അതായത് മനുഷ്യൻ എന്താ സെറ്റിൽഡ് ആയ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് പീരീഡിൽ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെന്റ് ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആയപ്പോൾ, അതായത് സിവിലൈസ്ഡ് ആയപ്പോൾ എങ്ങനെയായിരുന്നു, അതായത് അതിലാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് വേദിക് കാലഘട്ടം വരുന്നുണ്ട്, അയൺ ഏജ് കൾച്ചേഴ്സ് എങ്ങനെയാണ്. ദെൻ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മളുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു, സൊസൈറ്റി എങ്ങനെയായിരുന്നു. ദെൻ വരുന്നത് ചൈത്യാസ്, വിഹാരാസ് ആൻഡ് അവര് ഇന്ററാക്ട് ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ട് എങ്ങനെയായിരുന്നു, അതായത് സാധാരണക്കാരായിട്ടൊക്കെ എങ്ങനെയുള്ളതായിരുന്നു. ദെൻ അൺടച്ചബിലിറ്റി, വർണ്ണ, ഈ ജാതി, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ്. Then Unit 12 വരുന്നത് Transition to Early Medieval Societies. Unit 13 വരുന്നത് the problem of urban decline, agrarian expansion, land grant and growth of intermediaries. Unit 14 വരുന്നത് proliferation and consolidation of castes and jadis. Unit 15 വരുന്നത് religion in society. Unit 16 വരുന്നത് village community. Unit 17 വരുന്നത് rural society, North India. Unit 18 വരുന്നത് rural society, Peninsula India. Unit 19 വരുന്നത് clans and confreries in Western India. Unit 20 വരുന്നത് urban social group in Northern India. Next one. Unit 21 വരുന്നത് changing social structure in Peninsula India. Unit 22 വരുന്നത് socio-religious movement. Unit 23 വരുന്നത് the 18th century society in transition. Unit 24 വരുന്നത് perception of the Indian social structure by the nationalists and social reformers. Unit 25 വരുന്നത് studying caste in new historical context. Unit 26 വരുന്നത് pattern of rural urban mortality, overseas migration. Unit 27 വരുന്നത് social structure in urban and rural areas. Then Unit 28 വരുന്നത് colonial forest policies and criminal tribes. Unit 29 വരുന്നത് gender, women under colonialism. Unit 30 വരുന്നത് social discrimination. Unit 31 popular protest and social structures. Unit 32 studying tribes under colonialism. Unit 33 വരുന്നത് social structures in Northeast India. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് നമ്മുടെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്, ദെൻ 18th സെഞ്ചുറിയിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, ദെൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ എർബൻ ആൻഡ് കൊളോണിയൽ കാലഘട്ടത്തിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു വിമന്റെ സ്റ്റേറ്റസ് എന്തായിരുന്നു, ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ സ്റ്റേറ്റസ് ഒക്കെ എന്തായിരുന്നു, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് മാം. Then MHI 107 History of Indian Economy 2700 to 2000. ഇതിൽ യൂണിറ്റ് 1 വരുന്നത് the 18th century in Indian history. യൂണിറ്റ് 2 വരുന്നത് ഹിസ്റ്ററിയോഗ്രഫി ഓഫ് കൊളോണിയൽ എക്കോണമി. യൂണിറ്റ് 3 വരുന്നത് മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് 1757 to 1857. യൂണിറ്റ് 4 വരുന്നത് കൊളോണിയലിസം ആൻഡ് ട്രേഡ് 1857 to 1947. യൂണിറ്റ് 5 വരുന്നത് അഗ്രേറിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ്. Unit 6 patterns of commercialization. Unit 7 വരുന്നത് the question of agrarian growth and stagnation. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് 18th സെഞ്ചുറി, അതായത് കൊളോണിയൽ പീരീഡിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും പോർച്ചുഗൽ, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് എങ്ങനെയായിരുന്നു, കൊളോണിയലിസം ആൻഡ് ട്രേഡ് എങ്ങനെയായിരുന്നു, ആൻഡ് ലാൻഡ് റൈറ്റ്, അഗ്രേറിയൻ പോളിസികൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചത്. നെക്സ്റ്റ് മാം. ദെൻ യൂണിറ്റ് 8 വരുന്നത് കറൻസി. യൂണിറ്റ് 9 വരുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ്. യൂണിറ്റ് 10 വരുന്നത് കൊളോണിയൽ എക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. യൂണിറ്റ് 11 വരുന്നത് ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ്. യൂണിറ്റ് 12 വരുന്നത് ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സൊസൈറ്റീസ്. യൂണിറ്റ് 13 വരുന്നത് ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് കൊളോണിയൽ എക്കോണമി.
യൂണിറ്റ് 14 വരുന്നത് ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് ഇൻ കൊളോണിയൽ ഇന്ത്യ. യൂണിറ്റ് 15 വരുന്നത് ദ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ്. യൂണിറ്റ് 16 വരുന്നത് പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നെക്സ്റ്റ് മാം. നെക്സ്റ്റ് ദെൻ ഓക്കെ. ദെൻ നമ്മളുടെ അസൈൻമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഓർ ഒക്ടോബർ ഫോർ ജാനുവരി ബാച്ചസ്. ജാനുവരി ബാച്ചസിന് സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും. ദെൻ അസൈൻമെന്റ്സിന് നമ്മൾക്ക് 40 മാർക്ക് ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. നമ്മൾ 40 മാർക്കുള്ള സ്കോർ. ഹലോ, ഓക്കെ. കേൾക്കാമല്ലോ പറയുന്നത്? ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ പറയുന്നേ? യെസ് മാം, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. പ്രോഗ്രാം കംപ്ലീഷനകത്ത് നമുക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് മാത്രം പറ്റത്തില്ല. ഇഗ്നോയില് നമുക്ക് അസൈൻമെന്റും ടേം ആൻഡ് എക്സാമിനേഷനും ഉണ്ട്. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ എഴുതി വെക്കണം. ഇപ്പൊ 8 സബ്ജക്ട് പഠിക്കാനാണെങ്കിൽ 8 അസൈൻമെന്റ്സ് കാണും. 6 സബ്ജക്റ്റ് പഠിക്കാനുള്ളെങ്കിൽ 6 അസൈൻമെന്റ്സ് കാണും. ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിയാണ്. മീൻസ് എഴുതി നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കുന്നതാണ്. അവിടെ ലോങ് എസ്സേ അല്ലെങ്കിൽ ലോങ് എസ്സേയും കാണും, ഷോർട്ട് എസ്സേസും കാണും. 20 മാർക്കിന്റെയും 10 മാർക്കിന്റെയും അടിസ്ഥാനത്തിലൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇഗ്നുവിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ 31 അതേപോലെ തന്നെ ഏപ്രിലുമാണ് ഏകദേശം ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ MA ഹിസ്റ്ററിയിൽ Jan 25 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ജനുവരി അഡ്മിഷൻകാർക്ക് എക്സാംസ് വരുന്നത് ഡിസംബറിലാണ്. ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആണ്. ഒക്ടോബർ മാസമാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. ഒക്ടോബർ എന്നല്ല, അതിനൊരു 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് തൊട്ടേ അവർ നമുക്ക് ഇന്റിമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് വരും. സെപ്റ്റംബർ തൊട്ട് ഒക്ടോബറിനുള്ളിൽ അസൈൻമെന്റ് വെക്കണം എന്നൊരു ഡേറ്റ് അവർ തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി, ഇപ്പൊ നമുക്ക് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് അടുത്ത ജൂണിൽ എക്സാം എഴുതാം. ജൂണിൽ എക്സാം എഴുതുമ്പോൾ അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് തൊട്ട് ഏപ്രിലിനുള്ളിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിരിക്കും നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ തൊട്ട് അസൈൻമെന്റ് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് ആണ് അസൈൻമെന്റ്സ് കൈപ്പറ്റുന്നത്. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററിലാണ്. അപ്പൊ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ സ്റ്റഡി സെന്റേഴ്സിന് അവരുടേതായ ഡേറ്റ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അസൈൻമെന്റ് എപ്പോഴും ഹാൻഡ് റിട്ടേൺ ആണ്. പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ A4 ഷീറ്റ് പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലാണ് നമ്മൾ അസൈൻമെന്റ് എഴുതി വെക്കേണ്ടത്. ഈവൻ അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സെന്ററിൽ നിന്നും അക്നോളജ്മെന്റ് ഷീറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൈപ്പറ്റണം. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ റെസിപ്റ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം അക്നോളജ്മെന്റ് ഷീറ്റ് കൈപ്പറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ ഇന്ന ഡേറ്റിൽ ഇത്രയും എഴുതി സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനോട് എവിഡൻസ് ആണ് ഈ അക്നോളജ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് ആയിട്ട് നമ്മളത് കൈപ്പറ്റണം. കൂടാതെ തന്നെ ഈ അസൈൻമെന്റ്സിന്റെ എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കയ്യിൽ കരുതണം. ഒന്നെങ്കിൽ അത് നമുക്കൊരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാം, അതല്ല എങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്നെങ്കിൽ ഫോണിൽ തന്നെ അല്ലെങ്കിൽ ലാപ്പിലോ സിസ്റ്റത്തിലോ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. രണ്ടുണ്ട് അങ്ങനെ സൂക്ഷിച്ചാലുള്ള ഉപയോഗം. ഒന്ന്, ഈ അസൈൻമെന്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ പോർഷൻസ് അസൈൻമെന്റ് നോക്കി പഠിച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ അസൈൻമെന്റ് അവിടെ എത്തിയിട്ടില്ല, കാരണം ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റിന്റെ മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലുള്ള ഒരു എവിഡൻസ് ആണ്, ഇതാണ് എന്റെ അസൈൻമെന്റിന്റെ കോപ്പി, ഞാൻ കോപ്പി എടുത്ത് വെച്ചിരുന്നു, അപ്പൊ ഇതാണ് എന്റെ കോപ്പി, ഇതാണ് എന്റെ അക്നോളജ്മെന്റ് ഷീറ്റ്. ഇവിടെ ഏത് സമയത്താണ് ഞാൻ അസൈൻമെന്റ് വെച്ചിരിക്കുന്നതെന്നും എന്നാണ് വെച്ചത്, ഏതൊക്കെ സബ്ജക്റ്റിന്റെ ആണ് അസൈൻമെന്റ്സ് വെച്ചത് എന്നുള്ളതെല്ലാം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ പ്രൂഫായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു അക്നോളജ്മെന്റ് ഷീറ്റ് ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. കൂടാതെ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ കയ്യിൽ വെക്കേണ്ടതാണ്. അത് എന്തുകൊണ്ട് നമുക്ക് ഉപകാരം തന്നെയാണ്.
പിന്നെ സ്റ്റഡി സെന്റേഴ്സ്, ചില സ്റ്റഡി സെന്റേഴ്സ് നമുക്ക് അക്നോളജ്മെന്റ് ഷീറ്റ് തരാറില്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമ്മൾ നിർബന്ധിക്കേണ്ട, പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രൂഫായിട്ട് ഫോട്ടോയോ കാര്യങ്ങളോ നമ്മൾ എടുത്ത് കയ്യിൽ വെക്കണം. ഈ അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറയുന്നത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു PDF രീതിയിലൊരു ഫോർമാറ്റ് ഉണ്ട്. അതൊന്നെങ്കിൽ നിങ്ങളുടെ മെന്റർ തരും, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് തരും. അതുമല്ല എങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ എന്നാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റ്, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, എഴുതി വെച്ചിരിക്കുന്ന അസൈൻമെന്റ്സിന്റെ കോഡും എഴുതിയിട്ട് അവിടെ നിന്ന് ഒരു സൈനും സീലും വാങ്ങിച്ചാലും മതി. അതൊരു പ്രൂഫായിട്ട് അസൈൻമെന്റിന്റെ മാർക്ക് ഗ്രേഡ് കാർഡിൽ വരുന്നിടം വരെ കയ്യിൽ സൂക്ഷിക്കാം. പിന്നെ അസൈൻമെന്റിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. നമ്മളുടെ സ്റ്റഡി സെന്റേഴ്സിലാണ് നേരിട്ട് കൊണ്ടുപോയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത്. ചില കേസസിൽ നമുക്ക് പറ്റാത്ത ചില കേസസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആരുടെയും കയ്യിൽ കൊടുത്തു വിടാവുന്നത്, അല്ലെങ്കിൽ അസൈൻമെന്റ് നേരിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ്. ഇഗ്നുവിന്റെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ്, സ്റ്റഡി സെന്ററിലുള്ള അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് അസൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിനെയാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് യൂണിവേഴ്സിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ വിത്തിൻ 1 മന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് അവൈലബിൾ ആകാറില്ല. ടൈം ആൻഡ് എക്സാമിനേഷന്റെ മാർക്ക് വന്നതിന് ശേഷമാണ് അസൈൻമെന്റ്സിന്റെ മാർക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 40% ആണ്. 100-ൽ 40 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അസൈൻമെന്റ്സിന് നമുക്ക് പാസ് ആവത്തുള്ളൂ. അസൈൻമെന്റിന് വേറെ മാർക്ക്, ടൈം ആൻഡ് എക്സാമിന് വേറെ മാർക്ക്, അങ്ങനെയാണ്. അസൈൻമെന്റിന് നമ്മൾ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു 40% മാർക്ക് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നെക്സ്റ്റ് എക്സാമിന് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ടൈമിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അസൈൻമെന്റിന് 100-ൽ 40 മാർക്ക് മിനിമം നമ്മൾ സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു അസൈൻമെന്റ്സ് ക്ലിയർ ചെയ്യത്തുള്ളൂ. അടുത്തതാണ് ടേം ആൻഡ് എക്സാമിനേഷൻ. ടേം ആൻഡ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ 2 തവണയാണ്. ജൂണിലും ഡിസംബറിലുമായിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 2 തവണ മാത്രമേ യൂണിവേഴ്സിറ്റി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. ടേം ആൻഡ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡിസംബർ ബാച്ചിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ടേം ആൻഡ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് നമുക്ക് മാർച്ച് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കിലേക്ക് വരും. അതിന്റെ ഫസ്റ്റ് ഡേറ്റ് എൻഡ് ചെയ്യുന്നത് മാർച്ച് 31 ആയിരിക്കും. പക്ഷെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, പൊതുവെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. എന്നാലും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് ആയിരിക്കും. അതേപോലെ തന്നെ ജൂണിൽ എക്സാം വരുന്നത് ജൂണിൽ എക്സാം എഴുതുന്ന ആളുടെയാണ് ഞാൻ പറഞ്ഞത് മാർച്ച്. ദെൻ ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 31 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവുന്നതായിരിക്കും ഡിസംബർ സർക്കിളിലുള്ള സ്റ്റുഡൻസിന്. അതേപോലെ തന്നെ ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാർച്ചിലായിരിക്കും ലിങ്ക് ഓപ്പൺ ആവുന്നത്. മാർച്ച് 31 മുമ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ Jan 25 ബാച്ച് ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ എക്സാം വരുന്നത് ഡിസംബറിലാണ്. അപ്പൊ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തൊട്ടേ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. ആ ലിങ്ക് ഓപ്പൺ ആവുന്ന വിത്തിൻ 1 or 2 വീക്കിനുള്ളിൽ നമ്മൾ എന്താണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന സെന്ററിൽ സീറ്റ് കിട്ടിയെന്ന് വരില്ല. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട് എങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് അതൊരു വിഷയമല്ല. പിന്നെ നമുക്കുള്ളത് മാർക്കാണ്. നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്ക് അസൈൻമെന്റ്സിന്റെ കൂട്ട് തന്നെ 40% ആണ് മാർക്ക് വേണ്ടത്. ടേം ആൻഡ് എക്സാമിനേഷന് മിനിമം നമുക്ക് 40% മാർക്ക്, 40% മാർക്ക് വേണം. എന്നാൽ മാത്രമേ ആ സബ്ജക്റ്റ് നമ്മൾ പാസ്സാവത്തുള്ളൂ. ഇൻ കേസ് 40% മാർക്ക് കിട്ടിയില്ല, 100-ൽ 40 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പറിന് നമ്മൾ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ എപ്പോഴാണ് എക്സാംസ് വരുന്നത്, ഇപ്പൊ ജൂണിൽ എഴുതിയിട്ടാണ് കിട്ടാത്തതെങ്കിൽ ജൂണിൽ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതാനായിട്ട്, ഡിസംബറിലെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് സെപ്റ്റംബറിൽ ഓപ്പൺ ആവുന്നു. ആ ടൈമിൽ അപ്പിയർ ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഒരു വട്ടമല്ല, രണ്ടാമത് അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് അപ്പിയർ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ അതിനുള്ളിൽ നമ്മളിത് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അടുത്തത് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആണ്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പൊ ഫൈനൽ റിസൾട്ട് ഒരു സബ്ജക്റ്റിന്റെ ഒരു അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത് അസൈൻമെന്റിന്റെ ടേം ആൻഡ് എക്സാമിനേഷന്റെ വെയിറ്റേജ് വെച്ചിട്ടാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ എത്രയാണോ നമുക്ക് കിട്ടുന്നത്, എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് 100-ൽ എത്ര സ്കോർ ആണോ നമുക്ക് ലഭിക്കുന്നത് അതിന്റെ 70%, അതേപോലെ തന്നെ അസൈൻമെന്റ്സിൽ സബ്മിറ്റ് ചെയ്തിട്ട് സ്റ്റഡി സെന്ററിൽ എത്ര മാർക്കാണോ നമുക്ക് കിട്ടുന്നത് അതിന്റെ 30% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് 100-ൽ 60 മാർക്കും, അതേപോലെ അസൈൻമെന്റ്സിന് 100-ൽ 90 മാർക്കും കിട്ടിയാൽ 60 മാർക്കിന്റെ 70%, അതേപോലെ തന്നെ
90 മാർക്കാണ് അസൈൻമെന്റിന് കിട്ടിയത്. ആ 90ന്റെ 30% എടുത്തിട്ടാണ് ആ ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത്. സോ ഒരു ഫൈനൽ സബ്ജക്റ്റിന്റെ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിൽ നമ്മുടെ അസൈൻമെന്റിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ജനറൽ റൂൾ അനുസരിച്ച് തന്നെ അസൈൻമെന്റ് ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്തെങ്കിലും സ്പെസിഫിക് റൂൾസ് ഫോളോ ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തോളുക. കാരണം അസൈൻമെന്റിന്റെ മാർക്ക് ഇടുന്നത് അതത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. അപ്പൊ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഒബേ ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ടൈം ടേബിൾ തന്നിരിക്കുന്നത് MA ഹിസ്റ്ററിയുടെ ഈ പ്രാവശ്യത്തെ ടൈം ടേബിൾ ആണ് തന്നിട്ടുള്ളത്. ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് ഫെബ്രുവരി 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, പഠിക്കാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്, രണ്ട് ടൈം തന്നിട്ടുണ്ട്, 10:30-യും അതുപോലെ 7:30-യും. ആ ടൈം നമ്മൾ നോക്കണ്ട, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടൈം തന്നേ ഉള്ളൂ. ഒരു ദിവസം 2 വീഡിയോ കാണുന്ന രീതിയിൽ 2 മണിക്കൂറേ വരുത്തുള്ളൂ, മാക്സിമം 2 മണിക്കൂറേ വരുത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം 2 വീഡിയോ കാണുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് പൊതുവെ വരുന്നത് ബ്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് നമ്മളുടെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 5-ാം തീയതിയാണ് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നമ്മുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഫസ്റ്റ് ബ്ലോക്ക് കവർ ചെയ്യുന്നു. ദെൻ ഫെബ്രുവരി 6-ാം തീയതിയാണ് നമ്മൾ ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 6-നും 7-നുമാണ് ലൈവ് സെഷൻസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതിക്ക് ശേഷമുള്ള ഏത് ദിവസം വേണമെങ്കിലും ലൈവ് സെഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓരോ ബ്ലോക്ക് വൈസ് ആണ് ലൈവ് റിവിഷൻസ് വരുന്നത്. ലൈവ് റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോയിൽ പറയുന്നത് പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകത്തില്ല. റിവിഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, വേണ്ട കാര്യങ്ങൾ മാത്രം. അപ്പോൾ ലൈവിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ തന്നിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ എന്തായാലും ഫെബ്രുവരി 5-ാം തീയതി കൊണ്ട് തീർക്കുക, അല്ലെങ്കിൽ ഫെബ്രുവരി 6-ാം തീയതി കൊണ്ട് തീർക്കുക. നമുക്ക് ലൈവ് സെഷൻസ് വരാൻ സാധ്യതയുള്ളത് ഫെബ്രുവരി 6-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും, മൺഡേ ടു സാറ്റർഡേ ഇൻ ബിറ്റ്വീൻ ഓഫ് 7 to 9 ആണ് ലൈവ് സെഷന്റെ ടൈം എന്ന് പറയുന്നത്. തിങ്കൾ തൊട്ട് ശനി വരെ രാത്രി 7-നും 9-നും ഇടയ്ക്കായിരിക്കും ടൈം ടേബിൾ വെക്കുന്ന ഒരു ടൈം. 1 മണിക്കൂറേ കാണത്തുള്ളൂ. ആ ഒരു ടൈം ബീങ്ങിനുള്ളിൽ നമുക്ക് ലൈവ് റിവിഷൻസ് വരുന്നത്. ഈവൻ ആഴ്ചയിൽ ഒരു സെഷനെ നമുക്ക് വരാറുള്ളൂ, ആഴ്ചയിൽ ഒരു ലൈവ് സെഷൻസേ വരാറുള്ളൂ. ഇൻ കേസ് ഈ ഒരു വീക്കിൽ ലൈവ് സെഷൻസ് ഒന്നും സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിന്റേത് നമ്മൾ പഠിച്ചു തീർക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 5-6-നുള്ളിൽ പഠിച്ചു തീർക്കുക. സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെബ്രുവരി 12-ാം തീയതി തീർക്കുക. അപ്പൊ ഫെബ്രുവരി 12-ന് ശേഷമായിരിക്കും സെക്കൻഡ് ബ്ലോക്കിന്റെ ലൈവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ ഫെബ്രുവരി 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 3-ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്, നമുക്ക് ആ മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയാണ് അത് എൻഡ് ചെയ്യുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ മാർച്ച് 5-ാം തീയതിയാണ് നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ആൻഡ് മിഡീവിയൽ സൊസൈറ്റി എന്ന് പറയുന്ന പോർഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2 സബ്ജക്റ്റിന്റെ ഏപ്രിൽ വരെ ഉള്ള ഒരു ടൈം ടേബിൾ ആണ്. ഈ ടൈം ടേബിൾ എന്തിനു തരുന്നു എന്ന് വെച്ചാൽ വെർച്വലി കണ്ടക്ട് ചെയ്യുന്നു, പക്ഷെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. ഓരോ സബ്ജക്ട് തീർത്തിട്ട് വേണം അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഒരു സബ്ജക്ട് നമ്മൾ വീഡിയോസ് ഫുള്ള് കണ്ട് അതിന്റെ വാല്യൂ ആഡഡ് നോട്ടും എക്സാം പീഡിയോ ഒക്കെ നോക്കിയിട്ട് അതേപോലെ തന്നെ ലൈവ് സെഷൻസും കംപ്ലീറ്റ് ചെയ്ത് നമ്മളവിടെ അത് ക്ലോസ് ചെയ്യാം. ദെൻ അതിനുശേഷമാണ് അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ കോളേജിൽ അല്ലെങ്കിൽ റെഗുലർ ബേസിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 സബ്ജക്റ്റിന്റെ കുറച്ച് പാർട്ടായിട്ട് പഠിക്കും. ഇവിടെ എങ്ങനെയല്ല, ഒരു സബ്ജക്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഇതൊരു ഏപ്രിൽ വരെ ഉള്ള ടൈം ടേബിൾ ആണ്. ഏപ്രിലിന് ശേഷമുള്ള ടൈം ടേബിൾ മാഡം നിങ്ങളുടെ കൺസേൺഡ് മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊരു ഇനിഷ്യൽ ഫോർമാറ്റ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത്. അപ്പൊ ഇതൊരു 2 സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ ആണ്. എപ്പോഴും ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈവ് റിവിഷൻസിനകത്ത് 1 മണിക്കൂറേ കാണത്തുള്ളൂ. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയത്തില്ല. എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ അത് മാത്രമായിരിക്കും ആ 1 മണിക്കൂറിൽ പറഞ്ഞു പോകുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട് മെന്ററോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാത്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, അവിടെ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്.
പിന്നെ നമുക്ക് ഈ ഒരു ലൈവ് സെഷൻസ് മിസ്സായി പോവുകയാണ്, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നമുക്കത് സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിലും ഈ ലൈവ് സെഷൻസിന്റേതും റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആകും. ആപ്ലിക്കേഷനകത്ത് ബാച്ചസിൽ നമ്മുടെ ലൈവ് റിവിഷൻ സെഷൻസും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ ടൈം ടേബിൾ? ടൈം ടേബിൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ നെക്സ്റ്റ് കാര്യങ്ങളാണ്. ഇപ്പൊ ലേൺവേസ് എന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് വെർച്വലി ആണ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറെ എന്തെല്ലാം അഡീഷണൽ സപ്പോർട്ടാണ് സ്റ്റുഡൻസിന് തരുന്നതെന്ന് നോക്കാം. ലേൺവേസിൽ നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം MA ഹിസ്റ്ററിയിലെ ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ MA ഹിസ്റ്ററിയിലെ എല്ലാ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് വീഡിയോ അതിലുണ്ടായിരിക്കും, ലൈവിന്റെയും റെക്കോർഡഡ് വീഡിയോസ് അതിലുണ്ടായിരിക്കും. കൂടാതെ തന്നെ വാല്യൂ ആഡഡ് നോട്ട് ഓരോ പോർഷൻസിനെയും ബേസ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട്, വളരെ ഡീറ്റെയിൽഡ് അല്ലാതെ വളരെ ഷോർട്ടായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് യൂണിറ്റ് വൈസ് അവൈലബിൾ ആണ്. ഇതാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എക്സാം PD ആണ്. എക്സാം PD ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെസനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് തരുന്നതാണ് എക്സാം PD അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തരുന്ന കാര്യമാണ് അസൈൻമെന്റ് സപ്പോർട്ട്. കാരണം അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെ ഒരു ഹിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഗൈഡ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് അതേപോലെ കോപ്പി എഴുതണമെന്ന് പറയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെന്റ് എഴുതുന്നതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്യും. എക്സാക്ട് ആൻസർ തന്നെയാണ്, പക്ഷെ എപ്പോഴും അസൈൻമെന്റ്സ് നമ്മൾ തനിയെ എഴുതി ശീലിക്കുന്നതാണ് നല്ലത്. കാരണം പോർഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെന്റ് തനിയെ എഴുതുക. ഇൻ കേസ് അതിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ തരുന്ന അഡീഷണൽ സപ്പോർട്ടാണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പർ 5-6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിലെ ഏത് പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതാണ് ഇമ്പോർട്ടന്റ്, അതിൽ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈ എക്സാംസിന്, ഈ നമ്മളിപ്പോൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് യൂട്യൂബിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കത് റെഫർ ചെയ്യാൻ, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ IGNOU മോഡൽ എക്സാംസ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ മോഡൽ എക്സാം എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന് 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. കാരണം 3 മണിക്കൂർ കൊണ്ട് എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമുക്ക് അവിടെ ആ ഒരു ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തുമാത്രം സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു മോഡൽ എക്സാമിലൂടെ. പിന്നെ എക്സാം സ്പെഷ്യൽ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എക്സാമിന് രജിസ്ട്രേഷന്റെ കാര്യത്തിലും ഹോൾ ടിക്കറ്റിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ലാംഗ്വേജ് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ലാംഗ്വേജ് ഇല്ല എങ്കിൽ നമുക്ക് ഈ വന്ന കാലത്ത് കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും പ്രയാസമാണ്. അപ്പൊ ലാംഗ്വേജിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് ക്ലിയർ ചെയ്യാനായിട്ട് ലാംഗ്വേജ് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് 2 ലെവൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 3rd ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വൺസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കോ കരിക്കുലർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഓണം, വിഷു, അതേപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ, എല്ലാ കാര്യങ്ങളും നമ്മൾ വെർച്വലി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ ബേസിസിൽ സ്റ്റുഡൻസിന്റെ ഒക്കെ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓറിയന്റേഷനകത്ത് ഒരു സെഷൻ തന്നെ അതിനുണ്ട്. പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസും. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്, സ്ട്രെയിന് കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻസും നമ്മൾ ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് Q&A ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല മാം, ഡൗട്ട് ഒന്നുമില്ല. നമ്മുടെ എക്സാം എഴുതുന്ന ഡേറ്റ് പറയുന്നത് ഒക്ടോബർ പൈസ വാങ്ങിച്ച ബാച്ച് എന്ന് പറയുന്നത് ജൂണിൽ തീരുമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പൊ ഈ അതെങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാവില്ല. ഇപ്പൊ ജനുവരി ബാച്ചാന്ന് പറയുന്നത്, ക്ലിയർ ചെയ്ത് തരാമോ? നമ്മള് നേരത്തെ അഡ്മിഷൻ എടുത്തായിരിക്കും, ജൂലൈയിലായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക യൂണിവേഴ്സിറ്റിയുടെ.
അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ നമുക്ക് ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത, ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത. ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ജൂണിലാണ്. പോർഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയോ? അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഞാൻ ആദ്യം മെന്റർ അല്ലായിരുന്നു, വിത്തൗട്ട് മെന്റർ ആയിരുന്നു. പിന്നെ മെന്ററിലേക്ക് മാറിയത് കഴിഞ്ഞ 1 മാസം ആയതേ ഉള്ളൂ. പോർഷൻസ് എല്ലാം ലൈവ് ഒക്കെ കാണാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഇപ്പോഴാണ് ഈ പ്രോഗ്രാം, ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഇപ്പോഴാണ് കിട്ടുന്നത്. പിന്നെ അതിന് മുന്നേ കിട്ടിയില്ലായിരുന്നു. അല്ല, ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആ, അപ്പൊ ഞാനൊരു കാര്യം അത് പറയാം. മനസ്സിലായി. ഇപ്പോഴാണ് ഈ ഇത് കിട്ടിയത്. എനിക്ക് ഒരു അല്ല, നമുക്ക് ജൂണിൽ വേണമെങ്കിൽ എക്സാം എഴുതാവുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ജൂണിൽ എക്സാം എഴുതാവുന്നതാണ്. പഠിച്ച് സംശയം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഏത് ബാച്ചാണ് സംശയം. ഞങ്ങളുടെ പരീക്ഷ വെക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. അതായത് മാർച്ച് 30. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പം യൂണിവേഴ്സിറ്റി ബാച്ച് നോക്കുവാണെങ്കിൽ ജൂലൈ 24 ആണ്. യൂണിവേഴ്സിറ്റിയുടെ ബാച്ച് നോക്കുവാണെങ്കിൽ ജൂലൈ 24 തന്നെയാണ്. അത് പോർഷൻസ് ഒക്കെ പഠിച്ചു. ഏതെങ്കിലും 2 പേപ്പറോ അല്ലെങ്കിൽ നമുക്കിപ്പം 8 പേപ്പറോ 4 പേപ്പറോ ഒക്കെ വേണമെങ്കിൽ ജൂണിൽ എഴുതാം. പറഞ്ഞ ആൾക്ക് പേരൊന്ന് പറയാമോ? പേരെനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സീമയാണോ അഫീഫയാണോ? സീമ. സീമ. അപ്പൊ സീമയ്ക്ക് എക്സാം എഴുതാം കേട്ടോ. ജൂണിൽ എക്സാം എഴുതണമെങ്കിൽ എക്സാം എഴുതാവുന്നതാണ്. കാരണം ഇപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ജൂണിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ മാർച്ചിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. മാർച്ചിൽ എക്സാം എഴുതാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. അത് എക്സ്റ്റെൻഡ് ചെയ്യും. ചില എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ പൊതുവെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇനിഷ്യലി വരുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മാർച്ച് 31 എക്സാം. ജൂലൈ 24 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ജൂണിൽ എക്സാം എഴുതാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. വിത്തിൻ 2 വീക്കിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യുന്നിടത്ത് പോയി എഴുതാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെന്ററിൽ പോയി എഴുതേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിനുള്ളിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം മാർച്ചിൽ തന്നെ. ഏപ്രിലാണ് നമുക്കൊരു മാർച്ച് പകുതി അല്ലെങ്കിൽ ഏപ്രിൽ 31 വരെയാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. മാർച്ചിൽ എക്സാമിന് അപ്ലൈ ചെയ്ത് മാർച്ച് തൊട്ട് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് തൊട്ട് ഏപ്രിൽ 31 അസൈൻമെന്റും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂണിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് ഫുള്ളായിട്ട് എഴുതണം എന്നും അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല, എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എത്ര സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയും എഴുതാം. 4 പേപ്പറിന് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ എക്സാം എഴുതാനായിട്ടും സാധിക്കും. ജൂലൈ 24 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അത് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ജൂലൈ തന്നെ സെക്കൻഡ് ഇയറിന്റെ റീ രജിസ്ട്രേഷനും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സെമസ്റ്റർ എക്സാം 2 ഇതായിട്ടാണോ? ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ആയിട്ടാണോ എക്സാം? നമുക്ക് ഇയർലി ബേസ്ഡ് അല്ലേ എക്സാംസ് വരുന്നത്? ഹിസ്റ്ററിയിൽ ഇയർലിയാ കേട്ടോ. പഠിക്കുന്നതേ ഉള്ളൂ, പോർഷൻസ് കവർ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ അങ്ങനെ സെമസ്റ്റർ വൈസ് എന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇഗ്നോയുടെ പുസ്തകം വന്നത് 3 പുസ്തകമാണ് വന്നത്. 101ഉം 10 ബാക്കി വരും. പൊതുവെ ഇഗ്നോയില് അഡ്മിഷൻ എടുത്ത് കുറഞ്ഞതൊരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ടെക്സ്റ്റ് കിട്ടാറുള്ളൂ. 2-3 മാസമൊക്കെ എടുക്കാറുണ്ട് ടെക്സ്റ്റ് അല്ല, കിട്ടാനായിട്ട്. ടെക്സ്റ്റ് 3 കിട്ടി. എനിക്ക് 3 ടെക്സ്റ്റ് കിട്ടി. അപ്പൊ അത് ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാമിന്റെ ടെക്സ്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെയല്ല. നമുക്ക് ഇയർലി ആണ് എക്സാം വരുന്നത്. ടെക്സ്റ്റ് ഇങ്ങനെ പകുതിയായിട്ടാണ് വരുന്നത്. ആദ്യം 3 എണ്ണം, പിന്നെ ബാക്കി 5 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയാണ്. ഇൻ കേസ് ഓക്കെ, അന്നേരം ഈ എക്സാം ജൂണിൽ നമുക്ക് എഴുതാം അല്ലേ? പഠിച്ചു തീർന്നാ എഴുതാം, അപ്ലൈ ചെയ്ത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെ പരീക്ഷയാണ് എഴുതുന്നത് അതിന്റെയൊക്കെ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എഴുതിയിട്ട് കാര്യമുള്ളൂ. അസൈൻമെന്റ് ഞങ്ങൾ എഴുതാൻ തുടങ്ങി. ഓക്കെ, പറ്റും. മാർച്ച് തൊട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് തൊട്ട് ഏപ്രിലിനുള്ളിൽ. അടുത്തത് നമ്മുടെ 4th സെഷനാണ്. ഇനി വരാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെ എന്താണ് ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിനെ നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ, എങ്ങനെയാണ് ലേൺ വൈസിന്റെ ആപ്പ് യൂസ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം നമുക്ക് പല ഫോമിൽ ഇപ്പൊ പർച്ചേസ്ഡ് വോയിസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റോറി എന്നൊക്കെ ലേൺ വൈസിന്റെ കണ്ടന്റ് എടുത്ത് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ എങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കാം? ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണാം.
കാരണം പുറത്തല്ല, ആപ്പിന്റെ അകത്ത് തന്നെ ഓഫ്ലൈൻ ആയിട്ട് നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാനൊക്കെ സാധിക്കും. അപ്പൊ ലേൺവൈസിന്റെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സെഷനാണ് സെഷൻ 4 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ അതായിരിക്കും. ഇനി അടുത്തതായിട്ട് എല്ലാ സെഷൻ നമുക്കൊരു എന്തുണ്ടായിരിക്കും, ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനകത്ത് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഈ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ ആ സെഷനിൽ എത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്തുമാത്രം നല്ല രീതിയിൽ നമ്മളത് കോർഡിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ആക്ഷൻ ടാസ്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ആക്ഷൻ ടാസ്ക് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്ന് പറയാം. വിസിബിൾ ആണ് മാം. ആ, കാണുന്നുണ്ട്. ഇത് നമ്മളുടെ തേർഡ് ഓറിയന്റേഷൻ സെഷൻ ആണ്. ഇന്നോവേറ്റ് വിത്ത് ലേൺവൈസ് ആൻഡ് സ്ട്രാറ്റജി ഫോർ മോഡേൺ ലേണിംഗ് എന്നാണ് നമ്മുടെ ഇതിന്റെ ഈ സെഷന്റെ പേര് തന്നെ. ഇത് 9th ഓറിയന്റേഷൻ ആണ്. ഇതിന്റെ നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സപ്പോസ് എത്ര സബ്ജക്ട് പഠിക്കാനുണ്ട്, അത്രയും സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് അതിന് നമ്മളൊന്ന് അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പൊ നമുക്ക് ഒരു 8 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ആ 8 സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന, ആ സബ്ജക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 20 സെക്കൻഡ് വരുന്ന രീതിയിൽ അതിനെപ്പറ്റി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ 20 സെക്കൻഡ് വരുന്ന രീതിയിൽ വളരെ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാം, ഒരു വോയിസ് നോട്ട് പ്രിപ്പയർ ചെയ്ത് അയക്കുക. അതേപോലെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്ററി ടീച്ചർ ആണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിലെ ഏത് സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യും നിങ്ങളുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട്, അത് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന 2 ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സബ്ജക്റ്റിനെ എല്ലാം ബേസ് ചെയ്ത് ഒരു ടാഗ് ലൈൻ പ്രിപ്പയർ ചെയ്യാനും, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്ററി ടീച്ചർ ആവുകയാണ് എങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് പഠിപ്പിക്കാനായിട്ട്, അത് എന്തുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഈ സബ്ജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമായി എന്നതിനെ ബേസ് ചെയ്ത് പറയും. അപ്പൊ ഈ ഒരു PDF നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നാളെ ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ മുമ്പായിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെയോ നിങ്ങളത് മെന്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കാം എന്താണ് കാര്യം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നല്ല രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് സെഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. താങ്ക് യു.